എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC സേ പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 14 തീയതി, അതായത് ഇന്ന് മുതൽ മെയ് 16 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ പരമാവധി 3 പേപ്പറുകൾക്ക് വരെ ഈ ഒരു D+ കിട്ടാതെ, അതായത് D+ ഗ്രേഡെങ്കിലും ലഭിക്കാതെ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടത് നിങ്ങളുടെ സ്കൂളിലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ SGC, അതുപോലെ തന്നെ ARC, CCC, RAC എന്നിങ്ങനെയുള്ള റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് കുറഞ്ഞത് D+ ഗ്രേഡെങ്കിലും ലഭിക്കാത്തത് കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നതിന് അർഹതയുണ്ടാകും. അപ്പോൾ പരമാവധി 3 പേപ്പറുകൾക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാവാൻ സാധിക്കാതിരുന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാം. ജില്ലയിലെ എടുക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലായിരിക്കും ഈ ഒരു സേ പരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ സെൻറ്ററിലാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ SGC വിഭാഗത്തിന് IT പരീക്ഷയിൽ തിയറിയും പ്രാക്ടിക്കലും ചേർത്തായിരിക്കും സേ പരീക്ഷ നടത്തുന്നത്. ഇവർക്ക് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒരു പരീക്ഷാ സെൻറ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രത്യേകം അറിയിക്കും. 2024 മാർച്ചിലെ SSLC പരീക്ഷാ ഫലത്തിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ട് ഉപയോഗിച്ച് സേ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഗൾഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് പരീക്ഷാ കേന്ദ്രം ആയിരിക്കും. സേ പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം അനുവദിക്കുന്നതല്ല. മാർച്ചിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് പരീക്ഷാർത്ഥിത്വം ക്യാൻസൽ ചെയ്തവർക്ക് സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവില്ല. കൂടാതെ 2024 മാർച്ചിലെ SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിൽ അപകടം, ഗുരുതരമായ രോഗം, പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നീ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനോ പൂർത്തിയാക്കാനോ കഴിയാത്തവരുണ്ടെങ്കിൽ ഇവർക്ക് 3-ൽ കൂടുതൽ പേപ്പറുകൾ പരീക്ഷ എഴുതുന്നതിന് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനായി വില്ലേജ് ഓഫീസർ സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ട് രേഖകൾ പരിശോധിച്ച് നിങ്ങളെ 3-ൽ കൂടുതൽ പേപ്പറുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യിക്കുന്നതാണ്. അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് 100 രൂപ നിരക്കിലാണ് ഫീസ് ഈടാക്കുക. സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരിൽ ആരെങ്കിലും പുനർമൂല്യനിർണ്ണയത്തിൽ ഉപരിപഠനത്തിന് അർഹത നേടിയതായി കണ്ടാൽ സേ പരീക്ഷാ ഫലം പരിഗണിക്കുന്നതല്ല. IIT വിദ്യാർത്ഥികൾക്ക് 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് ലഭിച്ച ആനുകൂല്യം സേ പരീക്ഷയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനായി DGEയിൽ നിന്നും ലഭിച്ച ഉത്തരവിൻ്റെ കോപ്പി കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. SSLC സേ പരീക്ഷയോടനുബന്ധിച്ച് നോട്ടിഫിക്കേഷനിലെ വ്യവസ്ഥകൾ, പുതിയ സർക്കാർ ഉത്തരവുകൾ, പരീക്ഷാ കമ്മീഷണറുടെ ഉത്തരവുകൾ എന്നിവ അടിസ്ഥാനമാക്കി മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയുടെ ടൈം ടേബിൾ ഇതാണ്. അപ്പോൾ വിദ്യാർത്ഥി ജസ്റ്റ് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. പരീക്ഷാ ഫീസ് 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ ചെയ്ത സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. 16 തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികളുടെ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷാ ഫോറം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് വിതരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത് 28 തീയതി മുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 25 തീയതി തന്നെ അല്ലെങ്കിൽ 24 തീയതി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ ഒരു സ്കൂൾ മുഖേനയാണ് സേ പരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യപ്പെടുക. റിസൾട്ട് വന്ന് 3 മാസത്തിനകം തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷയുടെ റിസൾട്ട് വാങ്ങിക്കേണ്ടതാണ്. അതായത് റിസൾട്ട് വന്ന ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ വരും. അപ്പോൾ 1 മാസത്തിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 16 തീയതിക്കകം ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. സേ പരീക്ഷ എഴുതാൻ അർഹതയുള്ളവരെ മാത്രമേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യിക്കാവൂ എന്ന് പ്രത്യേകം ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് വിദ്യാർത്ഥികളുടെ സേ പരീക്ഷയുടെ അപേക്ഷാ ഫോറം. അപ്പോൾ സേ പരീക്ഷയുടെ ഫോം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ SGC, ARC, RAC, CCC എന്നിങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ സേ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ നമ്പറും അതുപോലെ തന്നെ പേരും അത് നിങ്ങളല്ല പൂരിപ്പിക്കേണ്ടത്, സ്കൂളിൽ നിന്നാണ് പൂരിപ്പിക്കുക. ഹെഡ് മാസ്റ്ററാണ് പൂരിപ്പിക്കുക. അത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ മാർച്ചിലെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എഴുതുക. അതുപോലെ പരീക്ഷയുടെ മാതൃ മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾ പരീക്ഷ എഴുതിയ സെൻറ്ററിൻ്റെ നമ്പറും പേരും, അതായത് സ്കൂളിൻ്റെ പേരും നമ്പറും. അതുപോലെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന പേപ്പറുകൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രമ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണ് വിഷയം എഴുതുന്നത് ആ ഒരു വിഷയത്തിൻ്റെ പേര്, അതിന് ലഭിച്ച മാർക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ നൽകുക. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 10 വിഷയം എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഗുരുതരമായ രോഗം, എന്തെങ്കിലും അപകടം, അതുപോലെ തന്നെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നിവ കാരണങ്ങളാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വില്ലേജ് ഓഫീസർ, സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കി കഴിഞ്ഞാൽ 3-ൽ കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇനി IED വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ്. അതായത് നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലാത്തവർ ഇല്ല എന്ന് ടിക്ക് ചെയ്യുക. എങ്കിൽ വിഭാഗവും നിങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളും, അതായത് DGEയുടെ ഉത്തരവിൻ്റെ കോപ്പി നൽകേണ്ടതാണ്. ഇനി പരീക്ഷാ ഫീസ് എത്ര രൂപയാണ് നിങ്ങൾ അടക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ 100 ആണ്, 3 എണ്ണമാണെങ്കിൽ 300 ആണ്. അപ്പോൾ അടുത്തത് ഇവിടെ എത്രയാണ് പരീക്ഷാ ഫീസ്, അത് കറക്റ്റായിട്ട് എഴുതുക. ഇനി രക്ഷിതാവിൻ്റെ പേര്, നിങ്ങളുടെ മേൽവിലാസം, ഫോൺ നമ്പറും എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ സ്ഥലം, തീയതി, അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഒപ്പ് എന്നിവ ഇടുക. ഈ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ സ്കൂളിൽ നിന്നാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ചില സ്കൂളുകൾ, അതായത് ഈ ഒരു എക്സാം സെൻറ്റർ നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളതാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവുന്നതാണ്. ഇത് ഏത് DOയ്ക്ക് കീഴിലുള്ള ആ ഒരു സ്കൂളുകളാണെന്നാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്ററും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ എക്സാം സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിശ്ചിതമായിട്ടുള്ള DOയ്ക്ക് കീഴിലുള്ള സ്കൂളുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ എന്നുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.